ഹല്ലേലൂയ. ഈ വേദഭാഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ളതാണ്. എന്നാൽ എത്രത്തോളം അതിനെ ഒന്ന് കേട്ടിട്ടുണ്ട് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം അതിൽ നിന്ന് പ്രസംഗമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയുകയില്ല. എന്നിരുന്നാലും ഇന്ന് പൽക്കാലം ദൈവം നമ്മളെ ആ നിലയിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് വായിച്ച വേദഭാഗത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: ആമേൻ. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഹോശേയ പ്രവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ അവിശ്വസ്തതയാണ് ഈ വേദഭാഗത്തിലെ വിഷയമെന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ അവിശ്വസ്തത, ദൈവത്തെ വിട്ട് അകന്നുപോയ, ദൈവത്തിൽ നിന്ന് മാറിപ്പോയ ജനത്തെക്കുറിച്ച്, അവരെ മടക്കി വരുത്തുന്നതിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ഹോശേയ പ്രവചനം. അത് വളരെ വ്യത്യസ്തമായ ഒരു പ്രവചനമായിട്ടാണ്, അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായ ഒരു പ്രവൃത്തിയായിട്ടാണ് അതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ അതിൻ്റെ 1 മുതലുള്ള 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് വളരെ വിചിത്രമായി തോന്നുന്ന പല കാര്യങ്ങളിലും ആ വേദഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. എല്ലാവരും ദയവായി ശ്രദ്ധിക്കണമേ. ഹോശേയ പ്രവചനം നിങ്ങൾ വീട്ടിൽ ചെന്ന് ശ്രദ്ധയോടെ വായിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ ദൈവം തരും. വീട്ടിൽ ചെന്ന് വീണ്ടും നമുക്ക് വായിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ, ഹോശേയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ രക്ഷ എന്നാണ്. ഹല്ലേലൂയ. വാക്കിൻ്റെ അർത്ഥം രക്ഷ എന്നാണ്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചാൽ, വളരെ വ്യത്യസ്തമായ നിലകളിൽ ദൈവികമായ ഒരു ഇടപെടലിനെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അതിന് കാരണമെന്ന് പറയുന്നത്, ദൈവജനം ദൈവസന്നിധി വിട്ട് അകന്നു പോയത് കൊണ്ട്. നമുക്കറിയാം, അതിൻ്റെ യെശയ്യാവിനും മീഖായിക്കും ഒക്കെ സമകാലികനായി ഉണ്ടായിരുന്ന പ്രവാചകനാണ് ഹോശേയ പ്രവാചകൻ. അദ്ദേഹത്തോടുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടെന്ന് പറയുന്നത് വളരെ വ്യത്യാസമായിരുന്നു. മറ്റുള്ളവരെക്കാട്ടിൽ വളരെ വ്യത്യസ്തമായ നിലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തോട് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. അല്ലേലിയ. ഇവിടെ നമ്മൾ വായിച്ചത് ഒരു അസാധാരണമായ വശീകരണത്തെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എന്താണ് ആ അസാധാരണമായ വശീകരണം എന്ന് ചോദിച്ചാൽ, അല്ലേലിയ, അസാധാരണമായ ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അല്ലേലിയ. അതിൻ്റെ 1-ന്റെ 2-ാം വാക്യം കൊണ്ട് വായിക്കാമോ? ഹോശേയ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. മതി. ഹല്ലേലൂയ. ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ട്. അവിടെ പറയുന്നു, നീ പോയിട്ട് പരസംഗം ചെയ്യുന്ന ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് എടുക്കണം. അതിൽ ജനിച്ച മക്കളെയും നിങ്ങൾ എന്ത് ചെയ്യണം? എടുക്കുവാനായിട്ട് ഇടയായിട്ട്. ഒരു അസാധാരണമായ ദൈവശബ്ദവും ദൈവികമായ അരുളപ്പാടും എന്ത് ചെയ്തത് ഹോശേയയ്ക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ താൻ കേട്ടത് ദൈവശബ്ദമാണ് എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ ദൈവത്തിന്റെ കൽപ്പന എന്ത് ചെയ്തു? പ്രമാണിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുള്ള കാരണമായിട്ട് പറയുന്നത്, ദൈവത്തിന് തൻ്റെ ജനത്തെ ചിലത് പഠിപ്പിക്കുവാൻ, ദൈവത്തിന് തൻ്റെ ജനത്തെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയിരുന്നത് കൊണ്ട് ദൈവശബ്ദത്തെ അതേ നിലയിൽ താൻ എന്ത് ചെയ്തു? അനുസരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവശബ്ദം അതുപോലെ തന്നെ എന്ത് ചെയ്യുകയാണ്? താന് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. നമുക്കറിയാം, പരസംഗം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ
ആരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. അല്ലെങ്കിൽ അത് നമുക്ക് മാനസികമായി തന്നെ എന്ത് ചെയ്യാൻ കഴിയില്ല, ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. അല്ലേ? നമ്മൾ എല്ലാവരും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ നമ്മളുടെ ഈ ദൈവവും ദൈവസഭയും ദൈവമക്കളും ദൈവജനവുമായിട്ടുള്ള ബന്ധത്തിന്റെ അതിന്റെ ആധികാരികതയെ വർണ്ണിക്കുവാനായിട്ട് ഒരു ഭാര്യ ഭർത്തൃ ബന്ധമായിട്ടാണ് അതിനെ പല ഭാഗങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ചിത്രീകരിച്ചിരിക്കുന്നത്. യെശയ്യാപ്രവചനത്തിലും വെളിപ്പാട് പുസ്തകത്തിലും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ വിശുദ്ധിയെയും ആ ഒരു അടുപ്പത്തെയും കാണിക്കുവാനായിട്ട് പലപ്പോഴും അതിനെ കാണിച്ചിരിക്കുന്നത് ഒരു ഭാര്യ ഭർത്തൃ ബന്ധമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ദൈവവും ദൈവജനവുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്നത്. അപ്പോൾ തന്നെ ഇവിടെ നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ അസാധാരണമായ ഒരു തിരഞ്ഞെടുപ്പ്, അസാധാരണമായ ഒരു തിരഞ്ഞെടുപ്പ്. ദൈവത്തിന്റെ അരുളപ്പാട് അല്ലെങ്കിൽ പരസംഗം ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയെ എന്ത് ചെയ്യണം, ഭാര്യയായി എടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ. നമ്മളോട് നമുക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ വീട്ടിലുള്ളവരോ ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. അല്ലെങ്കിൽ അതിപ്പോ ദൈവശബ്ദമാ കേട്ടതെന്ന് പറഞ്ഞെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ അരുളപ്പാട് നമ്മളോടാ ലഭിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ദൈവശബ്ദമല്ല എന്ന് നമ്മൾ ഉറപ്പിക്കും. അത് ദൈവശബ്ദമല്ല എന്ന് ആദ്യം നമ്മൾ ഉറപ്പിക്കുവാനായിട്ട് ഇടയായി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് ചില കാര്യങ്ങൾ ദൈവജനത്തെ പഠിപ്പിക്കുവാൻ ചില മുഖാന്തരങ്ങൾ ആവശ്യമായിരുന്നു. അതിനാണ് ഈ പ്രവാചകനെ തന്റെ ജീവിതത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ജനത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ തന്റെ ജീവിതത്തെ ദൈവജനത്തിന്റെ വിടുതലിന് വേണ്ടി, മാനസാന്തരത്തിന് വേണ്ടി, മടങ്ങി വരവിന് വേണ്ടി എന്ത് ചെയ്യുകയാണ്, കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ അതാണ് പറഞ്ഞത്, അസാധാരണമായ ഒരു വ്യക്തി എന്ത് ചെയ്യാം, തിരഞ്ഞെടുക്കുന്നു അസാധാരണമായ രീതി. അല്ലെങ്കിൽ അപ്പൊ ദൈവത്തിന്റെ ഇടപെടലുകൾ എന്ന് പറയുന്നത് വളരെ അസാധാരണമായ നിലയിലായിരുന്നു ആ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം, അല്ലെങ്കിൽ ഒരിക്കലും ആരും ആഗ്രഹിക്കാത്ത ഒരു സ്ത്രീയെ തനിക്ക് ഭാര്യയായിട്ട് എടുക്കണം. അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത ഒരു കാര്യം. അല്ലെങ്കിൽ അതിനുശേഷം അല്ലെങ്കിൽ അവിടെ താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അടുത്തത് പറയുന്നത് അസാധാരണമായ ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ആകർഷിക്കുന്നു. അസാധാരണമായ ഒരു സ്ത്രീയെ എടുത്തു അസാധാരണമായ ഒരു സ്ഥലത്തേക്ക് ആകർഷിക്കുക. അല്ലെങ്കിൽ അതെവിടെയാണ്, മരുഭൂമി. അതാണ് നമ്മൾ വായിച്ചത്. അല്ലെങ്കിൽ ഞാൻ അതിന്റെ വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അല്ലെങ്കിൽ അസാധാരണമായ ഒരു സ്ഥലത്തേക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ആകർഷിക്കുന്നു. അതെവിടെയാ, മരുഭൂമി. അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് ആകർഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവിടെ പറയുകയാണ്, അല്ലെങ്കിൽ അസാധാരണമായി എന്ത് ചെയ്യുന്നു, അവളോടൊരു ഇടപെടലുകൾ ഉണ്ടാകും. നമ്മൾ വായിച്ച വേദഭാഗം. അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ട് എന്നിട്ട് എന്ന് പറയുന്നത് ഹൃദ്യമായി എന്ത് ചെയ്യും, സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ ഇന്ന് പോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലെങ്കിൽ മരുഭൂമിയുടെ അനുഭവത്തിൽ ഹൃദ്യമായി ദൈവം എന്ത് ചെയ്യുന്നു, ഇടപെടുന്നു. നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഈ പാലക്കാട്ടിലെ ഈ ചൂടത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, നമുക്ക് അതിനെ തന്നെ തരണം ചെയ്യുവാൻ അല്ലെങ്കിൽ അതിനെ തന്നെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ എന്നാൽ ഈ മരുഭൂമി എന്ന് പറയുന്നത് വിഭിന്നമായ സാഹചര്യങ്ങളാണ്. അല്ലേ? മരുഭൂമി നമുക്ക് ഒരു ഇവിടെ എവിടെയെങ്കിലും കുറച്ച് ചൂട് തോന്നിയാൽ ഒന്നുമില്ലെങ്കിൽ ഒരു മരമെങ്കിലും ഉണ്ടാകും എന്ത് ചെയ്യാൻ, ഒരു തണലിനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് ദാഹം തോന്നുമ്പോൾ എടുത്ത് കുടിക്കുവാൻ കുറച്ച് വെള്ളം നമ്മുടെ കൈവശമോ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഇടങ്ങളിലോ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അങ്ങനെ പല നിലകളിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി. മരുഭൂമി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അല്ലേ? വളരെ വ്യത്യസ്തമാണ്. നമുക്ക് ആഗ്രഹിക്കുമ്പോൾ വെള്ളം കിട്ടണമെന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ ചൂടും അതുപോലെ തന്നെ ഉഷ്ണക്കാറ്റ് അങ്ങനെ പല പ്രതിസന്ധി എവിടെയുണ്ട്, മരുഭൂമിയിലുണ്ട്. അല്ലെങ്കിൽ അവിടേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവരെ ആകർഷിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, അല്ലെങ്കിൽ
ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്ന ദൈവത്തോടുള്ള ആ ഏകാഗ്രതയിൽ നിന്ന് നമ്മുടെ ഹൃദയം മാറിപ്പോകുമ്പോൾ ചില മരുഭൂമിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ തിരിച്ചറിയേണ്ടത് ദൈവത്തിന് എന്തോ ഒന്ന് നമ്മോട് ഹൃദ്യമായി സംസാരിക്കുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോട് ഹൃദ്യമായി സംസാരിക്കണമെങ്കിൽ ഹല്ലേലൂയ ഒരു മരുഭൂമിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട് എങ്കിൽ ഹല്ലേലൂയ സന്തോഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഒരു ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ചില മരുഭൂമിയുടെ അനുഭവം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ ഇസ്രായേൽ ജനം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട ജനം, ഹല്ലേലൂയ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട ജനം, ഹല്ലേലൂയ അവരെന്ത് ചെയ്യുകയാണ്? ദൈവസന്നിധി വിട്ട് ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ അന്യ ദേവന്മാരെ എന്ത് ചെയ്യുക? സേവിക്കുക, ദൈവത്തെ മറക്കുക. ജീവനുള്ള ദൈവത്തെ, അവരെ തിരഞ്ഞെടുത്ത ദൈവത്തെ, അവരെ വഴിനടത്തിയ ദൈവത്തെ, ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ മറന്നിട്ട് ഹല്ലേലൂയ ദൈവസന്നിധി വിട്ട് എന്ത് ചെയ്യുക? പലപ്പോഴും അകന്നു പോകുന്ന അനുഭവങ്ങൾ, ഹല്ലേലൂയ അവരെ മടക്കി വരുത്തുവാനാണ് ഹോശേയ പ്രവാചകൻ മുഖാന്തരമായി ഹല്ലേലൂയ അവരോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ദൈവത്തോടുള്ള ഏകാഗ്രതയിൽ എന്ത് ചെയ്തു? അകന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നു, അവരെ ആകർഷിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ദൈവം എന്ത് ചെയ്യുകയാണ്? കൃത്യമായി ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ ദൈവം ഹിതപ്രകാരമാണ്, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മരുഭൂമിയുടെ അനുഭവമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളുക, അതിന്റെ അപ്പുറത്ത് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മെ കരുതുന്നുണ്ട്, ദൈവത്തിന് നമ്മോട് എന്തൊക്കെയോ ഇടപെടുവാനായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണ്ട? നിരാശപ്പെട്ടു പോകേണ്ട, ഒരിക്കലും നമ്മൾ സങ്കടപ്പെട്ടു പോകേണ്ട. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ കഷ്ടമാണ്, എൻ്റെ ജീവിതത്തിൽ പ്രയാസമാണ്, എൻ്റെ ജീവിതത്തിൽ വേദനകളാണ്, ഹല്ലേലൂയ എല്ലായ്പ്പോഴും ഒരു മരവിപ്പിന്റെ അനുഭവമാണല്ലോ എൻ്റെ ജീവിതത്തിൽ എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ഇടയിലുണ്ട്. അവരോട് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ അത് ദൈവികമായ ഒരു ഇടപെടൽ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. എവിടെയാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്? ഏത് വിഷയത്തിലാണ് ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയത്? അതിലേക്ക് ദൈവം നമ്മളെ മടക്കി കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിനെ ദൈവം എന്ത് ചെയ്യുകയാണ്? മടക്കി കൊണ്ടുവരുവാൻ, അവരോട് കൃത്യമായി സംസാരിക്കുവാൻ അവരെ മരുഭൂമിയിലേക്ക് ആകർഷിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? കൃത്യമായി സംസാരിക്കുന്നു. ഹല്ലേലൂയ. വിളിച്ചത് ദൈവമാണ് എങ്കിൽ, ഹല്ലേലൂയ ആകർഷിച്ചത് ദൈവമാണ് എങ്കിൽ, ഹല്ലേലൂയ അവന്റെ സംസാരവും കൃത്യമായിരിക്കും. ഹല്ലേലൂയ. അവന്റെ ഇടപെടലുകളും എങ്ങനെയുള്ളതായിരിക്കും? വളരെ കൃത്യമായ ഇടപെടലുകളായിരിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്വതന്ത്രം. ഹല്ലേലൂയ. മരുഭൂമിയിലും ദൈവം നമുക്ക് എന്ത് ചെയ്യും? വഴിയൊരുക്കും. ഹല്ലേലൂയ. മരുഭൂമിയുടെ അനുഭവമാണ്. ഹല്ലേലൂയ അത് ദൈവഹിത പ്രകാരമാണ് നാം ചെന്നതെങ്കിൽ അവിടെയും നമുക്ക് എന്തുണ്ട്? സമൃദ്ധിയുണ്ടെന്ന്, അവിടെയും അനുഗ്രഹമുണ്ടെന്ന്. ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുവാൻ കഴിവുള്ള ദൈവത്തിന് മരുഭൂമിയിൽ തന്റെ ജനത്തിന് വേണ്ടി ഹല്ലേലൂയ വർഷങ്ങളോളം മന്ന കൊടുക്കുവാൻ കഴിവുള്ള ദൈവത്തിന് മരുഭൂമിയിലൂടെ ദൈവത്തിന്റെ ജനത്തെ വർഷങ്ങളോളം നടത്തുവാൻ ദൈവം സർവശക്തനായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ മിസ്രയീമിൽ നിന്ന് മരുഭൂമിയുടെ അനുഭവത്തിലൂടെ വാഗ്ദത്തത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോകുവാൻ അവൻ സർവശക്തനായിരുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെയും നിന്റെയും ജീവിതത്തിൽ കടന്നു വരുന്ന മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത് നിന്നെ അവിടെ വെച്ച് ഇല്ലാതാക്കുവാനല്ല, അതിന്റെ അപ്പുറത്ത് ഹല്ലേലൂയ നിന്നെ വിളിച്ചിറക്കി മരുഭൂമിയുടെ അനുഭവത്തിലൂടെ നിന്നെ കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ അത് നിന്നെ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് എന്ന് ഇന്ന് പകൽക്കാലം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, അവിടെ വെച്ച് കൃത്യമായി എന്ത് ചെയ്യുന്നു? ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. തണലില്ലാത്ത ചുട്ടുകൊള്ളുന്ന മണലാരുണ്യത്തിൽ നിന്നുകൊണ്ട് ദൈവം എന്ത് ചെയ്യുകയാണ്? നമ്മോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. നമ്മള് ശരിക്കുള്ള മരുഭൂമി നമ്മളെല്ലാവരും ഒന്നും കണ്ടിട്ടില്ല. ചിലർക്കൊക്കെ അറിയാം മരുഭൂമി.
എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ സൗദിയിലോ ഗൾഫ് കൺട്രികളിലൊക്കെ ജോലി ചെയ്തവർക്ക് അറിയാം. ഹല്ലേലൂയ. അതിൻ്റെ ഭീകരത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മരുഭൂമിയിലെ ആ കാറ്റ്, ഹല്ലേലൂയ, നമ്മുടെ ശ്വാസം നിന്നുപോകുന്ന കാറ്റ്. കാരണം അത്രയ്ക്ക് ചൂട് കാറ്റ് എന്ത് ചെയ്യുന്നത് നമ്മുടെ മുഖത്തേക്ക് വന്ന് അടിക്കുന്നത്. ഹല്ലേലൂയ. ആ ചൂട് കാറ്റ് വരുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ കഴിയാത്ത ഇതുണ്ട്. അത് മാത്രമല്ല, ഹല്ലേലൂയ, പൊടിക്കാറ്റെന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, അടുത്ത് നിൽക്കുന്നവന് എന്ത് ചെയ്യാൻ കഴിയില്ല, കാണാൻ കഴിയാത്തതുപോലെ മൂക്കിലും കണ്ണിലും ചെവിയിലും എല്ലാം, ഹല്ലേലൂയ, ഒരു സെക്കൻഡ് കൊണ്ട് പൊടി അടിച്ച് കയറുന്ന കാറ്റ്. ഇതൊക്കെയാണ് മരുഭൂമിയുടെ അനുഭവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, ദൈവം ഇവരെ ആകർഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, അതിന്റെ, ഹല്ലേലൂയ, ഈ ചുട്ടുകൊള്ളുന്ന ഈ അനുഭവത്തിലാണ് എങ്കിലും ദൈവത്തിന്റെ ശബ്ദം എങ്ങനെയുള്ളതാണ്, വളരെ കുളിർമയുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത് അവൻ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ ദുഃഖമേറിയതാണ് എങ്കിലും, അല്ലെങ്കിൽ കഷ്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തോന്നിയാലും, ദൈവിക ഇടപെടലുകൾ നമ്മളെ എന്ത് ചെയ്യും, കുളിർമയുള്ളതാക്കി തീർക്കുവാനായിട്ട് ഇടയായി തീരും. അത് നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യുകയാണ്, തണുപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം, ഹല്ലേലൂയ, അതിന് താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് നമ്മൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ 15ാമത്തെ വാക്യം വായിക്കുമോ? അവിടെ നിന്ന് എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? രണ്ട് കാര്യങ്ങൾ. അവിടെ നിന്ന് ഞാൻ അവർക്ക് എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, മുന്തിരിത്തോട്ടത്തെ, ഹല്ലേലൂയ, വിതയും കൊയ്ത്തും ഒന്നുമില്ലാത്ത ഒരു മരുഭൂമിയിൽ നിന്നുകൊണ്ട് ദൈവം അരുളി ചെയ്യുകയാണ്, ഞാൻ അവർക്ക് എന്ത് കൊടുക്കുമെന്ന മുന്തിരിത്തോട്ടത്തെ എന്ത് ചെയ്യും, കൊടുക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, സ്വന്തം നമുക്കത് കേൾക്കുമ്പോൾ ഒരു അതിശയമായിട്ട് തോന്നും. ഹല്ലേലൂയ. നമ്മൾ ഒരു മരുഭൂമിയുടെ അനുഭവത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരു പച്ചപ്പ് പോലും കാണാതെ, ഹല്ലേലൂയ, ഒരു പ്രതീക്ഷ, ഒരു പച്ച നാമ്പ് പോലും കാണാതെ നമ്മൾ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒരു അള്ളപ്പാട് ഉണ്ടാകുക. നിനക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, ഒരു മുന്തിരിത്തോട്ടത്തെ ഉണ്ടാക്കി തരും. ഹല്ലേലൂയ. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവമേ, ഹല്ലേലൂയ, ദൈവജനമേ, നമുക്കതൊരു അതിശയമായിട്ടാണ് തോന്നുന്നത്. ഹല്ലേലൂയ. കാരണം, ഹല്ലേലൂയ, ഒരു പ്രതീക്ഷയ്ക്കും എന്തില്ല, വകയില്ല. ഹല്ലേലൂയ. ഇവിടെ ഒരു പ്രതീക്ഷ, ഇവിടെ ഒരു പുല്ല് പോലും മുളയ്ക്കുമെന്ന് പ്രതീക്ഷയില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ, ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈ മരുഭൂമിയിൽ ഇട്ട് നിന്നെ എന്ത് ചെയ്യാനല്ല, ഇല്ലാതാക്കുവാനല്ല. ഹല്ലേലൂയ. ഈ മരുഭൂമിയിൽ വെച്ച് അവസാനിപ്പിക്കുവാനല്ല, അതിന്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരു, ഹല്ലേലൂയ, ഭാഗ്യകരമായ ഒരിടം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്കായിട്ട് എന്താ ചെയ്യുന്നത്, ഒരു മുന്തിരിത്തോട്ടത്തെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ വാതിലാണ്, അല്ലേ? മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് മരുഭൂമിയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യാശയുടെ വാതിലാണ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ ഈ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, വർണ്ണിച്ചിട്ടുണ്ട്. ഉത്തമഗീതമൊക്കെ നമ്മൾ വായിച്ചാൽ, ഹല്ലേലൂയ, അവിടെയൊക്കെ മുന്തിരിത്തോട്ടത്തിന്റെ വർണ്ണന എന്ന് പറയുന്നത്, ഹല്ലേലൂയ, അത് ദൈവം, ഹല്ലേലൂയ, അതല്ലെങ്കിൽ തന്റെ പ്രിയൻ ഏറ്റവും സ്നേഹിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ട് എന്ത് ചെയ്യുന്നത്, മുന്തിരിത്തോട്ടത്തെ കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവത്തെ, അല്ലെങ്കിൽ ദൈവജനത്തെ മുന്തിരിത്തോട്ടത്തോട് ചെയ്തിട്ടുണ്ട്, ഉപമിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഈ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവമാണ് ദൈവം എന്ത് ചെയ്യുന്നത്, നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. നാം ഇപ്പോൾ നിൽക്കുന്നത് മരുഭൂമിയിലാണ് എങ്കിലും, ഇപ്പോൾ ആയിരിക്കുന്നത് ഒരു പക്ഷേങ്കിൽ ഇല്ലായ്മയുടെ നടുവിലാണ് എങ്കിലും, ഇപ്പോൾ നിൽക്കുന്നത് വരണ്ട ദേശത്താണ് എങ്കിലും, ഹല്ലേലൂയ, ഇപ്പോൾ ആയിരിക്കുന്നത് ചില കഷ്ടനഷ്ടങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിലാണ് എങ്കിലും, ഹല്ലേലൂയ, ദൈവം നിന്നോടും എന്നോടും, ഹല്ലേലൂയ, ഹൃദ്യമായി സംസാരിക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറയുന്നത്, അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ഒരാഖ്യാർ താഴ്വരയും എന്ത് ചെയ്യും, ഒരുക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇതുപോലെ കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, അതാണ് ദൈവിക ഇടപെടൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും, ഹല്ലേലൂയ, കഷ്ടങ്ങളുടെ നടുവിലും നഷ്ടങ്ങളുടെ നടുവിലും പ്രതികൂലങ്ങളുടെ നടുവിലും നമ്മളെ കൈവിട്ട് കളയുന്നവനല്ല നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഒരു പക്ഷേങ്കിൽ ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെയോ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വം അതേ നിലയിൽ കൊടുക്കുവാൻ കഴിയാത്ത വണ്ണം ഹല്ലേലൂയ എന്തെങ്കിലും ജീവിതത്തിന്റെ കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ചില പ്രശ്നങ്ങളും ചില പ്രതികൂലങ്ങളും ചില പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഹല്ലേലൂയ, അത് ദൈവം എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ, അത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതാ. അവന്റെ കൃത്യമായ ശബ്ദം എന്നെ കേൾപ്പിക്കുവാനാ, അല്ലെ അവൻ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാഗ്യകരമായ ആമീൻ ഹല്ലേലൂയ ഐശ്വര്യപൂർണമായ അനുഗ്രഹപൂർണമായ ഒരു തോട്ടമുണ്ട്. അത് എനിക്ക് വേണ്ടി അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാ. അതിലേക്ക് എന്നെ പ്രവേശിക്കുവാൻ ആമീൻ ഹല്ലേലൂയ പ്രത്യാശയുടെ ആമീൻ താഴ്വരയിലേക്ക് ദൈവം എന്നെ നടത്തുവാൻ എന്നെ കൊണ്ടുപോകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് എന്ന് ഇന്ന് പകൽക്കാലം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അടുത്ത ഭാഗത്ത് പറയുകയാണ്, അവർക്ക് വേണ്ടി എന്ത് ചെയ്യും? ആഖോർ താഴ്വരയെ ആഖോർ താഴ്വരയും എന്ത് ചെയ്യും? ഈ ആഖോർ താഴ്വരയുടെ പ്രത്യേകത നമുക്കറിയാം. ഞാൻ വേഗത്തിൽ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ അവൻ പോകുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആഖോർ താഴ്വര ആഖാനെയും മക്കളെയും കല്ലെറിഞ്ഞ് കൊന്ന താഴ്വര അല്ലേ? ആഖാനെയും മക്കളെയും. എന്താ അതിന്റെ കാര്യം? യോശുവയുടെ പുസ്തകം നമ്മൾ വായിക്കുന്നതല്ലേ, ഇതിലാരും ഒന്നും അറിയാൻ വയ്യാതെ ഹല്ലേലൂയ. ആഖാനെയും മക്കളും ഹല്ലേലൂയ അവൻ പാപം ചെയ്തത് മുഖാന്തരമായിട്ട് എന്ത് ചെയ്തു? കല്ലെറിഞ്ഞു കൊന്നു. ഹല്ലേലൂയ. അന്ന് മുതൽ ആ സ്ഥലത്തിന് പറയുന്നത് എന്താ? ആഖാർ താഴ്വര. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്ന ചില വ്യത്യാസമായിട്ട് ഹല്ലേലൂയ അവരെ കല്ലെറിഞ്ഞു കൊന്ന ആ പ്രദേശത്തിന് ഹല്ലേലൂയ അതൊരിക്കലും ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമല്ല. ഹല്ലേലൂയ അതൊരു പ്രത്യാശയുടെ സ്ഥലവുമല്ല. ഹല്ലേലൂയ അതെന്തായി തീർന്നതാ? പാപം ചെയ്തത് മുഖാന്തരമായി ദൈവത്തിന് വിരോധമായി പാപം പ്രവർത്തിച്ച് ദൈവജനത്തിന്റെ എല്ലാവരുടെയും തോൽവിക്ക് കാരണമായി തീർന്നവരാര്? ആഖാർ അല്ലേ? എല്ലാവരുടെയും തോൽവിക്ക്, ദൈവജനത്തിന്റെ മുഴുവൻ തോൽവിക്ക് കാരണമായി തീർന്നത് ആര്? ഈ വ്യക്തിയും. ഹല്ലേലൂയ അതന്നെയും തന്റെ കുടുംബത്തെയും കല്ലെറിഞ്ഞു കൊന്ന ആമീൻ താഴ്വരയാണ് ആഖാർ താഴ്വര എന്ന് പറയുന്നത്. ഹല്ലേലൂയ അവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഹല്ലേലൂയ ഒരിക്കൽ അത് ശാപമായിരുന്നു. ഹല്ലേലൂയ ഒരിക്കൽ അത് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവരുടെയും അനുഗ്രഹത്തിന് ഒരു തടസ്സമായിരുന്ന ആമീൻ വ്യക്തിയുടെ ആമീൻ പേരിലാണ് അത് അറിയപ്പെടുന്നതെങ്കിലും ഹല്ലേലൂയ എന്നാൽ ഇവിടെ പറയുന്നു നിനക്ക് പ്രത്യാശയുടെ താഴ്വരയായിട്ട് എന്ത് ചെയ്യുന്നത്? അതിനെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നത്. ഹല്ലേലൂയ ആമീൻ നിരാശയുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ആമീൻ ഒരു കാലത്ത് ഹല്ലേലൂയ എല്ലാവർക്കും ശാപവും എല്ലാവർക്കും ആമീൻ തോൽവിയുമായിരുന്ന ഇടത്തെ ദൈവം എന്താക്കി തീർക്കുമെന്ന് പറയുന്നത് ഒരു പ്രത്യാശയുടെ വാതിലാക്കി ദൈവം അതിനെ ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ഈ ആഖോർ താഴ്വരയിലും ആമീൻ ദൈവത്തിന്റെ പ്രത്യാശയുടെ വാതിൽ എന്ത് ചെയ്യും? ദൈവം തുറക്കുവാനായിട്ട് ഇടയായി തീരും. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ ഹല്ലേലൂയ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കരുതലും എന്ന് പറയുന്നത്. ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി നമ്മോട് ഇടപെടുന്നത് മരുഭൂമിയുടെ അനുഭവത്തിൽ നിന്നും മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നിന്നെ നയിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ ഒരു കാലത്ത് ശാപമായിരുന്ന ആമീൻ ആഖോർ താഴ്വരയെ പ്രത്യാശയുടെ താഴ്വരയാക്കി ദൈവം മാറ്റുവാൻ ഇടയാക്കി തീരും. നിന്റെ ജീവിതത്തിൽ അത്ഭുതകരമാർന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് കാണുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ നീ ദൈവമാകെ നിന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിലൂടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ നിന്നോട് കൃത്യമായി സംസാരിക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന്. ഹല്ലേലൂയ നോൽക്കാലം ദൈവസന്നിധി വിട്ട് അകന്നു പോകുന്നവരോടായിട്ട് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുന്നു. ഹല്ലേലൂയ ആമേൻ ദൈവം നിന്നോട് ചെയ്യുന്നു കൃത്യമായി ഇടപെടുവാനിടയായി. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഇന്ന് പോൽക്കാലം ഹല്ലേലൂയ ദൈവം എത്ര അത്ഭുതകരമായിട്ട് എത്ര അതിശയ